ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇത് നമ്മളുടെ ഡേ 4 ആണ് മലേഷ്യയിലെ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ 7-Elevenൽ നിൽക്കുവാണ്. ഇന്നലെ നമ്മൾ കോലാലംപൂർ എത്തിയിട്ട് പെട്രോണാസ് ട്വിൻ ടവറൊക്കെ കണ്ടു. സോ ഇന്ന് നമുക്ക് കോലാലംപൂരിലെ ബാക്കി അട്രാക്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ക്യാബ് എടുത്ത് ബാട്ടു കേവ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാട്ടു കേവ്സിലേക്ക് മെട്രോ വഴിയും പോവാം, പക്ഷേ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് ക്യാബായിരുന്നു എളുപ്പം. ബാട്ടു കേവ് ഇവിടുത്തെ ഒരു ഫ്രീ അട്രാക്ഷനാണ്. പക്ഷേ ബാട്ടു കേവിൻ്റെ ഉള്ളിൽ തന്നെ പല എക്സ്പീരിയൻസസ് ഉണ്ട്. ലൈക്ക് ഈ ഒരു ബേർഡ്സ് പാർക്ക്, അതൊക്കെ പെയ്ഡാണ്. ബാട്ടു കേവ് പോകാനായിട്ട് മോർണിംഗ് ടൈമിലാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കുട കൊണ്ടുവരണം. ബിക്കോസ് ഇവിടെ നല്ല വെയിലാണ്. ടെമ്പിളിൻ്റെ അകത്ത് കയറാനായിട്ടൊരു ഡ്രസ് കോഡുണ്ട്. ഷോർട്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അത്ര എളുപ്പമല്ല ഈ സ്റ്റെപ്പ് കയറല്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. ഈ കേവിൻ്റെ ഉള്ളിലാണ് ടെമ്പിൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 2 ടെമ്പിൾസ് ഉണ്ട്. ഒന്ന് മുരുകൻ ടെമ്പിളും ഒന്ന് ദേവി ടെമ്പിളുമാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തി. ഇവിടെ കുറേ സോവിനിയർ ഷോപ്സ് ഉണ്ട്, പിന്നെ ഹോട്ടൽസും ഒക്കെ ഉണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സോവിനിയേഴ്സൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ബാട്ടു കേവ്സിൻ്റെ താഴെ ഞങ്ങളങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ കുറേ ദിവസമായിട്ട് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടാത്തത് കൊണ്ടും കഴിക്കാത്തത് കൊണ്ടും നമ്മൾ ഇവിടെ നിന്ന് ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കെന്തോ ദോശ കണ്ടപ്പോൾ അങ്ങനെ കഴിക്കണം എന്ന് തോന്നി. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ദോശ. നമ്മളൊരു 2 ഗീ റോസ്റ്റ് കോഫിയും ഫിൽറ്റർ ക്യാപ്പി. അങ്ങനെ ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ദിസ് ഇസ് റോയൽ സാഗർ വിസിറ്റേഴ്സ് സെൻറ്റർ. ഇത് ബേസിക്കലി മലേഷ്യൻ ടൂർ പാക്കേജസിലൊന്നും കാണാത്തൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്യൂട്ടർ ഫാക്ടറി. ആൻഡ് ദേ ആർ ദ വേൾഡ്സ് ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ഓഫ് പ്യൂട്ടർ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്നിട്ട് അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരുടെ ഗൈഡ് നമ്മളെ ഇവർ നമുക്കൊരു ഗൈഡഡ് ടൂറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫാക്ടറിയിലെ പ്രൊഡക്ഷനും മ്യൂസിയത്തിലെ എക്സിബിറ്റ്സും എല്ലാം ഇവർ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവരുടെ കമ്പനിയുടെ ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. So inside there's nothing inside, yeah? Yes, just the copper for you all.
nothing inside. It's quite heavy. Yeah. These are the waste that we produce when we polish the items. We call it pewter swap. ഇത് ഇവരുടെ തന്നെ പ്യൂട്ടാർ ടാങ്കാർഡ്സ് വെച്ചുണ്ടാക്കിയ ട്വിൻ ടവറിൻ്റെ ഒരു മോഡലാണ്. ഇതിലേക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം ഇത് കുറേ ചെറിയ യൂണിറ്റ്സ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിവിടുത്തെ എംപ്ലോയീസിൻ്റെ ഹാൻഡ് പ്രിൻറ്റ്സ് ആണ്. ഇതിൽ ഗോൾഡിലുള്ളതൊക്കെ 40 years പ്ലസ് ഇവിടെ വർക്ക് ചെയ്ത എംപ്ലോയീസിനാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ പ്യൂട്ടർ കപ്സിൽ നമുക്ക് അവരൊരു ഡ്രിങ്ക് തന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫാക്ടറി നടക്കുന്ന ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അവർ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ പ്യൂട്ടാർ കൊണ്ടുണ്ടാക്കിയ യൂട്ടൻസിൽസ് മാത്രമല്ല കേട്ടോ, ഇവർ ഒരുപാട് കമ്പനീസിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാവൽ, DC, ഡിസ്നി, പിന്നെ ഒരുപാട് ഫേമസ് ടൂർണമെൻറ്റ്സിൻ്റെ ട്രോഫീസും ഇവരാണ് ഡിസൈൻ ചെയ്യുന്നത്, ലൈക്ക് F1. ഇത് കൂടാതെ ഇവിടെ ജ്വല്ലറി ഡിസൈനിങ്ങും ഉണ്ട്. ഇവരിവിടെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ക്ലൂക്ക് വഴിയോ ട്രിപ്പ് അഡ്വൈസർ വഴിയോ ഇവരുടെ വർക്ക്ഷോപ്സ് ബുക്ക് ചെയ്യാം. ഈ വർക്ക്ഷോപ്പിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾക്ക് തന്നെ വെക്കാം. പിന്നെ ഇവിടെ നിന്നൊരു റോയൽ സിനഗർ ബ്രാൻഡഡ് ഏപ്രണും നമുക്ക് കിട്ടും. ഈ ഗൈഡഡ് ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ അവരുടെ സ്റ്റോറിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇവിടെ റോയൽ സിനഗറിൽ ഉണ്ടാക്കിയ ഒരുപാട് കട്ട്ലറീസ്, ഷോ പീസസ്, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം റെയർ പീസസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര ചീപ്പാട്ടോ. എത്ര? ഒരു 2 ഗ്ലാസ്സിനോട് 15,000 രൂപ, അല്ല 12,000 രൂപ സംതിങ്. ഓ, അത്ര ഉള്ളല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൻ്റെ ട്രോഫി. ഇത് ATPയുടെ ആണ്. ഇത് ഫോർമുല 1ൻ്റെ ട്രോഫിയാണ്. ഇതെല്ലാം ഇവിടെ റോയൽ സിനഗറിൽ ഡിസൈൻ ചെയ്തതാണ്. ഇതൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത മാർവൽ അവഞ്ചേഴ്സിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണ്. ഇതൊക്കെ ഡിസ്നിയുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണ്. ഇവിടുന്ന് ഗിഫ്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റോയൽ സിനഗർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് പതുക്കെ ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. സോ ആ നെക്സ്റ്റ് ലൊക്കേഷൻ ഇസ് ചൈന ടൗൺ. ചൈന ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറി. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ചൈന ടൗണിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാന്ന് ഞങ്ങളോട് ഇവിടുത്തെ ഒരാൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം വിഷ്വൽസ് ഒന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇവിടെ കുറേ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ബാഗ്സ്, ഷൂസ്, ഡ്രസ്സുകൾ, അങ്ങനെ പല സാധനങ്ങളും അതിൻ്റെ ഫസ്റ്റ് കോപ്പി ചീപ്പ് റേറ്റിന് കിട്ടും. സോ ഐ ക്യാൻ ടെൽ യു ദിസ് വിൽ ബി ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ഷോപ്പിംഗ് ഹിയർ. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ സോവനിയേഴ്സൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അതെല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടുമായിരുന്നു.
ചൈന ടൗണിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ചൈന ടൗണിൽ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പ്ലാസ്റ്റിക് കവറിൽ ചിലർ മീൻ വാങ്ങിക്കുന്ന കവറിൽ ലൂയി വിറ്റോന്റെ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് റോട്ടിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കുക. മലേഷ്യൻ ബസ് യാത്ര നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചാർട്ടർ ചെയ്ത ബസ്സാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബിസിയസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസിലേക്കാണ്. ദാറ്റ് ഈസ് ബുക്കിറ്റ് ബിൻതാങ്. ഓക്കെ, വണ്ടികൾ വിൽപ്പനയ്ക്ക്. ഇത് ഡോക്ടർ യൂസ് BMW. സഫോറിന്റെ ഒരു ഗെയിം കളിച്ചു ഭയങ്കരമായിട്ട് ഫ്രീ ലിപ്സ്റ്റിക് കിട്ടി. ഞങ്ങൾ മലേഷ്യ വന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡ് കാണുന്നത്. ഇവിടെ എന്തോ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ബുക്കിറ്റ് ബിൻതാങ് ഇസ് കംപ്ലീറ്റ്ലി ദി ഓപ്പോസിറ്റ് ഓഫ് ചൈന ടൗൺ. ഇവിടെ ഫുൾ ലക്ഷറി ബ്രാൻഡ്സും മോൾസും ലക്ഷറി കാർസും, കുറച്ചൊക്കെ നമ്മളുടെ ദുബായ് ഡൗൺ ടൗൺ പോലത്തെ ഒരു ഏരിയ ആണിത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഫേമസ് പെവിലിയൻ മോളാണ്. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മോൾസാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ഡെക്കറേറ്റഡ് ആയിരുന്നു. എല്ലായിടത്തും ഫുൾ ഓഫ് ലൈറ്റ്സ്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ തന്നെ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ചോക്ലേറ്റ് ബ്രാൻഡാണ് ബെറിൽസ്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. ഇത് പെവിലിയൻ മോളിൻ്റെ ഫുഡ് കോർട്ടാണ്. നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ആൻഡ് പല പല ഡിഫറെൻറ്റ് ക്യൂസീൻസ് ഇവിടെ അവൈലബിൾ ആണ്. പെവിലിയൻ മോൾ ഫുൾ കണ്ടു തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. എനിവേസ് നിങ്ങൾ മലേഷ്യ വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ബുക്കിറ്റ് ബിൻതാങ്. ഇവിടുത്തെ വൈബ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇത്ര രാത്രിയായെങ്കിലും ഇവിടെയൊക്കെ ഭയങ്കര ലൈവ്ലിയാണ്. ഇവിടെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ഡിന്നറൊക്കെ കഴിച്ചു. രാത്രി ഒരു 11-11:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മെട്രോ എടുത്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കോലാലംപൂരിലെ കുറേ മെയിൻ അട്രാക്ഷൻസ് കവർ ചെയ്തിരുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജെൻറ്റിങ് ഹൈലൻഡ്സ് ആണ് പോകുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.